ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചേക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കണം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചുവന്നമുളകിൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള കിഴങ്ങൊന്ന് പുഴുങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി നല്ല ഒന്ന് വാടി വന്നിട്ട് പച്ചമുളക് പോയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല ചേർക്കും. അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാണ്ട് പെരുംജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. അതെടുത്തിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം, വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഗ്രേവി ശരിയാവും. അതിന് പുറമെ നമ്മൾ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് വേവിച്ച് വെച്ചിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യുന്നത് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും ബോൾ ടൈപ്പ് അല്ലല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എളുപ്പമുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഇങ്ങനെ പിന്നെ എല്ലാവർക്കും കട്ട്ലറ്റിൻ്റെ ഭംഗി ഓരോരുത്തർക്കൊക്കെയാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് മസാല ഞാൻ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്യിലോട്ട് കുറച്ച് മസാല എടുത്തിട്ട് റൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ചോറിന് കൂടെ കൂട്ടുകൂടി അതുപോലെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നല്ല മൊത്തം നമുക്കൊന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുട്ടയും അതുപോലെ തന്നെ റസ്കിൻ്റെ പൗഡറും ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിലൊന്ന് മുക്കിയിട്ട് മുട്ടയിലൊന്ന് മുക്കി, പിന്നെ നമ്മുടെ റസ്കിൻ്റെ പൗഡറിലോട്ടൊന്ന് മുക്കി, ബ്രെഡ് ഉള്ളെങ്കിൽ ബ്രെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലോട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ എല്ലാതും നമുക്കങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. പൊരിക്കാവുന്ന രീതിക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. എല്ലാം നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ എണ്ണ ചൂടാതിന് ശേഷം വറുത്ത് പോലെ എടുക്കാം. തിരിച്ച് മറിച്ച് നമ്മളിതൊന്ന് നല്ലപോലെ മുരിഞ്ഞെടുക്കണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കൊന്ന് നല്ലപോലെ മുരിഞ്ഞെടുക്കണം. ഞങ്ങൾ എല്ലാം അത്യാവശ്യം എല്ലാം നമ്മുടെ എല്ലാ കട്ട്ലറ്റ് ബോൾസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂടിയിട്ട് നല്ലപോലെ കടിച്ച് പൊളിച്ച് തരാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.